വൈസ് ചാൻസലർ നിയമനങ്ങളിൽ പുതിയ വ്യവസ്ഥകളുമായി UGC. ചാൻസലർക്ക് കൂടുതൽ അധികാരം നൽകുന്ന കരട് UGC വിജ്ഞാപനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർവകലാശാലകൾക്ക് പുതിയ ചട്ടം ബാധകമാകും. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചതൊരു തിരിച്ചടിയാണ്. കാരണം ഒരു ബില്ല് രാഷ്ട്രപതിയുടെ പക്കൽ ഇരിപ്പുണ്ട്. അത് സർക്കാരിന് ഈ വിഷയത്തിൽ കൂടുതൽ അധികാരം നൽകുന്ന തരത്തിലേക്കുള്ളതാണ്. ചാൻസലറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നതും ആ തരത്തിൽ വലിയ തിരിച്ചടിയാണ്. എന്തൊക്കെയാണ് ഇതിലെ നിബന്ധനകൾ? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് വിജ്ഞാപനം പ്രാബല്യത്തിൽ വന്നാൽ അത് സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാകും. എന്തായാലും സർവകലാശാല VC നിയമനങ്ങളിൽ ഗവർണർക്ക് പൂർണ്ണ അധികാരം നൽകിക്കൊണ്ട് കേന്ദ്രം കൂടുതൽ സർവകലാശാലയിൽ പിടിമുറുക്കുകയാണ്. കേരളത്തിലടക്കം സർവകലാശാല VC നിയമനങ്ങളെ ചൊല്ലിയുള്ള ഗവർണർ സർക്കാർ പോരുകൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് UGC ഇപ്പോൾ ചട്ടം തിരുത്തിയിറക്കിയിരിക്കുന്നത്. വൈസ് ചാൻസലർമാരുടെ നിയമനത്തിലുള്ള പൂർണ്ണ അധികാരം ചാൻസലറായ ഗവർണർക്ക് നൽകിക്കൊണ്ടാണ് ചട്ടം ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുന്നത്. വൈസ് ചാൻസലർ നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റി അധ്യക്ഷൻ നിയോഗിക്കുന്നത് ചാൻസലർക്കായിരിക്കുമെന്ന് കരടിൽ സൂചിപ്പിക്കുന്നു. 3 മുതൽ 5 പേരിൽ നിന്ന് ഒരാളെ ചാൻസലർക്ക് VC ആയി നിയമിക്കാം. പുനർനിയമനത്തിനും അനുമതിയുണ്ട്. അധ്യാപകരുടെയും അക്കാദമിക് സ്റ്റാഫുകളുടെയും നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനുള്ള പരിഷ്കരിച്ച ചട്ടങ്ങളാണ് ഗവർണർക്ക് പൂർണ്ണ അധികാരം എന്തായാലും നൽകിക്കൊണ്ട് ഇപ്പോൾ ഈ UGC ചട്ടം പരിഷ്കരിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ 2018-ലെ UGC വിജ്ഞാപനത്തിൽ VC നിയമനാധികാരം ആർക്കെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല. ഇത് പല തർക്കങ്ങൾക്കും സർക്കാർ ഗവർണർ തമ്മിലുള്ള തർക്കങ്ങൾക്ക് വഴിവെച്ചിരുന്നു. നമുക്കറിയാം, തമിഴ്നാട്ടിലും ബംഗാളിലും സമാനമായ തർക്കം നിലനിൽക്കുന്നുണ്ട്. നേരത്തെ അഞ്ച് സൂചിപ്പിച്ചപ്പോൾ തന്നെ കേരളത്തിന്റെ ഒരു ബില്ല് രാഷ്ട്രപതിയുടെ പക്കലുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇത് വിജ്ഞാപനം പ്രാബല്യത്തിൽ വന്നാൽ സംസ്ഥാന സർക്കാർ സംബന്ധിച്ച് എന്തായാലും തിരിച്ചടിയാകും. അനുജ, PC നിയമനത്തിൽ ചാൻസലർക്ക് അധികാരം നൽകുന്ന ഒരു വ്യവസ്ഥ, അത് പുതിയ വ്യവസ്ഥയാണ് ഇപ്പോൾ UGC പുറത്തിറക്കിയിട്ടുള്ളത്.